മംഗാലയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയെന്നൊരു പുതിയ വാർത്ത വരികയാണ്. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. വനംവകുപ്പ് വേണ്ട നടപടികൾ കൈക്കൊള്ളുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. നാട്ടുകാരുടെ പ്രതികരണം കേൾക്കാം. ആദ്യം അതിന്റെ വഴി ഇന്നലെ രാത്രിയാണ് ഈ ആന ഇറങ്ങിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഈ ആന ഇറങ്ങിയത്. വിതുരയിലാണ്, അദ്ദേഹം പ്രത്യേകിച്ചും വളരെ ജനവാസ മേഖലയാണ്, ഗ്രാമമാണ്. ജിബിൻ ജേബി അവിടെ നിന്ന് ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ജിബിൻ്റെ നാടുകൂടെയാണ് വിതുര. അവിടെയാണ് ഇത്തരം ആനകൾ ഇറങ്ങുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ആന ഇറങ്ങുന്നതൊക്കെ പതിവായി മാറിയിട്ടുണ്ടോ? ഇപ്പോൾ എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ? ഗ്രാമവാസികളെല്ലാം ഭീതിയിലാണോ? മാർഷൽ, ഈ വിതുര മാങ്കാല എന്ന് പറയുന്ന പ്രദേശം ഒരു ഗ്രാമീണ മേഖലയാണ്. ഈ കാണുന്നത് പോലെ തന്നെ റബ്ബർ തോട്ടങ്ങളും ഇതിന്റെ മധ്യയുള്ള വീടുകളും ഒക്കെ ആയിട്ട് ഒരു ഗ്രാമീണ മേഖലയാണ്. ഇവിടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാട്ടാൻ ശല്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവിടെ ഈ കാട്ടുപോത്ത, മ്ലാവ് തുടങ്ങിയവയുടെ ശല്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, ഏകദേശം 1 മാസം കൊണ്ടാണ് ഈ കാട്ടാൻ ശല്യം വർദ്ധിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഇവരുടെ വീടുകളിലേക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാൻ എത്തിയത്. എപ്പോഴായിരുന്നു ഇത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇവിടെ സ്ഥിരം വരുന്നതാണോ? കഴിഞ്ഞ ഒരാഴ്ചക്ക് മുൻപ് ഇവിടെ വന്ന് വാഴ മൊത്തം എടുത്ത് ഈ വീട്ടിലെല്ലാ നടകളിലും പോയി. അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് മെനഞ്ഞാന്ന് രാത്രിയിൽ ആ പ്രദേശം, മെനഞ്ഞാന്നല്ല 2-3 പ്രാവശ്യം വന്നു, എങ്കിലും മെനഞ്ഞാന്ന് രാത്രിയിൽ എന്ന് പറഞ്ഞാൽ വളരെ ഭീതിപ്പെടുത്തുന്ന അവസ്ഥയായിരുന്നു. കാരണം അങ്ങനെ കറങ്ങിയിട്ട് ഈ നാട്ടുമ്പുറം മൊത്തം ഉള്ള വീട്ടിന്റെ ഫ്രണ്ടിൽ ചെന്ന് വാഴ, തെങ്ങ് എന്നിങ്ങനെയുള്ള മുതലുകൾ എടുക്കുകയും ആൾക്കാരെല്ലാം വളരെ ഭീതിയിലായ ഒരു സാഹചര്യമാണ്. ചുരുക്കം പറഞ്ഞാൽ മരണത്തോട് മല്ലടിക്കുന്ന ഒരു അവസ്ഥയിലാണ്. എന്നിട്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ, മറ്റു ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഞങ്ങൾ ഫോറസ്റ്റ് അധികൃതർ സഹായത്തിന് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല. ഞങ്ങള് ഇവിടെ പരുത്തിപ്പള്ളി വിളിച്ചപ്പോൾ അത് നമ്മളെ തിരിച്ച് വരട്ടുന്ന നിലയിലാണ്. എന്നിട്ട് രാത്രി ഒരു 10-12 കഴിഞ്ഞ് ഞങ്ങളെല്ലാം ആനയെ നാട്ടുകാർ വരട്ടി വിട്ടാൻ. ജിബിൻ ആണ് വിവരങ്ങൾ നൽകുന്നത്. വിതുര മേഖലയിൽ, അതായത് ഇന്നലെ രാത്രിയാണ് 8 മണിയോടുകൂടിയാണ് വിതുര മംഗാല മേഖലയിലേക്ക് ആന ഇറങ്ങിയത്. ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ ജീവനാണ്. ഞങ്ങളുടെ ജീവനെ സംരക്ഷിക്കുക. സർക്കാർ ചെയ്യേണ്ടത് അതേ ഉള്ളൂ, അല്ല ഞങ്ങൾക്ക് മറ്റ് അവർ വേറൊന്നും ചെയ്യേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ന്യായമായ നിലയിൽ നടപടി ഉണ്ടായേ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ആയിട്ട് നല്ലൊരു സമരവുമായിട്ട് ഇറങ്ങാൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. ഈ ഉമ്മയുടെ വീട്ടിലും കഴിഞ്ഞ വന്ന് രാവിലെ ചക്ക കടത്ത് തിന്നുകൊണ്ട് പോയി കുറച്ച് മുട്ടിലിട്ടിട്ടാണ് പോയത്. ജിബിൻ ജേബിയാണ് വിതുര മംഗാല പ്രദേശത്ത് നിന്ന് ഇപ്പോൾ വിവരം നൽകിക്കൊണ്ടിരിക്കുന്നത്. ചില സാങ്കേതിക കാരണങ്ങളാൽ ജിബിന്റെ തത്സമയം റേഞ്ച് വളരെ കുറവാണ്. വനത്തോട് ചേർന്ന മേഖല ആയതുകൊണ്ട് തന്നെ റേഞ്ച് കുറവായതിനാലാണ് തത്സമയത്തിന് ചില ബുദ്ധിമുട്ടുകൾ വരുന്നത്. പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരത്താണ് ഈ വിതുര. തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ അവസാന ഗ്രാമങ്ങളിലൊന്ന് എന്ന് പറയാൻ കഴിയുന്ന ഒരു മേഖലയാണ്. അതിന് തൊട്ട് ചേർന്നാണ് മറ്റെല്ലാവർക്കും അറിയുന്ന പൊന്മുടി എന്ന ടൂറിസം മേഖലയുള്ളത്. വിതുരയുടെ ഒരു ഭാഗം വലിയ തോതിൽ വനമാണ്. വനത്തിനുള്ളിൽ നിരവധി ആദിവാസി ഊരുകളുണ്ട്. വനവുമായി ചേർന്ന പ്രദേശത്ത് ജനവാസം വലിയ തോതിൽ ഉള്ള സ്ഥലമാണ്. അവിടെയാണ് ജനവാസ മേഖലയിലേക്ക് ഇപ്പോൾ പതിവായി ആന ഇറങ്ങുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് സമയത്തുള്ള ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന വലിയ പരാതിയാണ് ഉയരുന്നത്.